വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന ലക്ഷ്യം വെക്കുന്ന സർക്കാർ ജോലി LD ക്ലർക്കാണ്. വളരെ ദീർഘദൂര പ്രയത്നം ആവശ്യമാണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ LD ക്ലർക്ക് സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ LD ക്ലർക്ക് പഠിക്കാൻ 3 വർഷം അഭികാമ്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ പ്രായപരിധി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, വിജ്ഞാപനം എന്ന് വരും, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, ഇതുവരെ നടന്നിരിക്കുന്ന വേക്കൻസി, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ്. നമ്മൾ ഈ LD ക്ലർക്ക് 2024 തയ്യാറെടുക്കുമ്പോൾ അതിന് സഹായകമായി നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടൻസ്, മെറ്റീരിയൽസ്, ഇൻഗ്രീഡിയൻസ്, അതായത് നല്ല ഒരു ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നമ്മൾ കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ, കൃത്യമായ സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന് ആവശ്യമുള്ള രീതിയിലെ സ്വാദ് വരൂ. അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും അവസ്ഥ. LD ക്ലർക്ക് പരീക്ഷയുടെ സിലബസ് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. ആ സിലബസിലേക്ക് അടുക്കാൻ നമ്മൾ കൃത്യമായ രീതിയിൽ, കൃത്യമായ അളവിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കാണും. റാങ്ക് ഫയൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ സാധിക്കില്ല, എന്നാൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും സാധിക്കില്ല. മെയിനായിട്ട് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, LD ക്ലർക്കിൻ്റെ ഒരു റാങ്ക് ഫയൽ. അതിനെ നിങ്ങളുടെ ഒരു റെഫറൻസ് ഗ്രന്ഥമായി കരുതിയാൽ മതി, LD ക്ലർക്ക് റാങ്ക് ഫയൽ. അതിനുശേഷം നമുക്ക് അത്യാവശ്യം വേണ്ടത് SCERT 5 മുതൽ 10 വരെ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ. 5, 7, 9 ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ കഴിഞ്ഞ വർഷം സിലബസ് മാറിയിട്ടുണ്ട്. ഈ 5, 6, 7 ഫ്രീ പുസ്തകമായതുകൊണ്ട് നമുക്ക് സ്കൂളുകളിൽ വാങ്ങിക്കാൻ സാധിക്കില്ല. 8, 9, 10 ഒക്കെ ചിലതൊക്കെ സ്കൂളിൽ വാങ്ങിക്കാൻ സാധിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇപ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ആകും. ആ സമയം നോക്കി 5 പഠിക്കുന്ന കുട്ടിയുടെ, 6 പഠിക്കുന്ന കുട്ടിയുടെ, അങ്ങനെ സയൻസും സോഷ്യലുമെങ്കിലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ കളക്ട് ചെയ്ത് കിട്ടാത്തവർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് SCERT ടെക്സ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. പുസ്തകമാവുമ്പോൾ വായിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറാണ്. അത് മാക്സിമം എത്ര കളക്ട് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും കളക്ട് ചെയ്യുക. LD ക്ലർക്കിൻ്റെ ഒരു 2018 ശേഷമുള്ളത് മതി. ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം കളക്ട് ചെയ്യുക. അപ്പോൾ റാങ്ക് ഫയലായി, SCERT ആയി, ക്വസ്റ്റ്യൻ പേപ്പറായി. പിന്നെ ആനുകാലികത്തിന് ദിവസവും പത്രം വായിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞു. അതിനൊപ്പം നിങ്ങൾക്ക് വായിക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് PSC ബുള്ളറ്റിൻ. വലിയ വിലയൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 15 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. PSC ബുള്ളറ്റിൻ ഒരു മാസം 2 എണ്ണം വരും. ആ 2 PSC ബുള്ളറ്റിൻ വാങ്ങിച്ചാൽ അതിൻ്റെ ലാസ്റ്റ് പേജിൽ ആനുകാലികങ്ങളാണ്. ആ 15 ദിവസത്തിനിടയിൽ നടന്നിരിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ അത് നോട്ട് ചെയ്ത് പ്രധാനപ്പെട്ടത് കുറിച്ചെടുത്ത് ആനുകാലികത്തിന് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ റാങ്ക് ഫയൽ പറഞ്ഞു, SCERT പറഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞു, PSC ബുള്ളറ്റിൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണം ഉപയോഗിക്കാം. പലരും പറയും അതിൽ നിന്നൊന്നും ചോദ്യം വരുന്നില്ല. അങ്ങനെയൊന്നുമല്ല. പഠിക്കേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അതെല്ലാം പ്രയോജനം ചെയ്യും. ഇത്രയും മെറ്റീരിയൽസ് മതി നിങ്ങൾക്ക് പഠിക്കാൻ. ഞാനിപ്പോൾ പെയ്ഡ് ക്ലാസ് തുടങ്ങി, ഇന്നാണ് തുടങ്ങിയത്. അതും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇനി ഈ ഇൻഗ്രീഡിയൻസിനെ നമ്മൾ എങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. നമ്മൾ ആദ്യം സിലബസിലെ മാർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കുക. ഇംഗ്ലീഷ് 10, മലയാളം 10, കണക്ക് 10. ഈ 3 വിഷയങ്ങൾക്ക് റാങ്ക് ഫയൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം.
റാങ്ക് ഫയൽ എടുക്കാതെ ഇപ്പോൾ തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഇതിൻ്റെ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ പേജ് ഇംഗ്ലീഷ്, മലയാളം, കണക്കുണ്ട്. ആ പേജ് ഭംഗിയായി പഠിച്ചാൽ നിങ്ങളുടെ സിലബസിന് ആവശ്യമായ ഇംഗ്ലീഷും മലയാളവും കണക്കും കിട്ടും. ഡെയിലി ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചാൽ നാളെ മലയാളം, അതിന് ദിവസം കണക്ക്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ പഠിക്കാൻ ഒരാഴ്ച മതി. അപ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ വരും. അത് കണ്ടിന്യൂവേഷനിലാണ് ഇങ്ങനെ പോകുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അതുകൂടാതെ ഡെയിലി 5 പ്രീവിയസ് ചോദ്യങ്ങളോട് നോക്കുക. നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ 5 ഇംഗ്ലീഷ്, 5 മലയാളം, 5 കണക്ക്. അപ്പോൾ ആ ഒരു മേഖലയെപ്പറ്റി പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആനുകാലികം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഡെയിലി പത്രവാർത്തകൾ കുറിച്ചിട്ട് വായിക്കുക. 2025-26 ആയിരിക്കും 27 പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങൾ. എല്ലാ ദിവസവും പത്രം വായിച്ച് നോട്ട് കുറിച്ചെടുക്കുക. അതോടൊപ്പം PSC ബുള്ളറ്റിനും കൂടി ഉപയോഗിക്കുക. അപ്പോൾ ആനുകാലിക മേഖല കഴിഞ്ഞു. ഇനിയും സയൻസ് പൂർണ്ണമായിട്ടും SCERTയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഒരിക്കലും റാങ്ക് ഫയലിലെ സയൻസ് പഠിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു സയൻസ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ തറപ്പിച്ച് പറയുന്നു. ഇപ്പോൾ LD ലെവലാവുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങൾ, ഊർജം അങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ വരാം. വേർഡ് പ്രോബ്ലം വരെ വരാം, അതായത് കണക്ക് ചെയ്യുന്നത് വരെ വരാം ഫിസിക്സിൽ നിന്ന്. അതുകൊണ്ട് SCERT നന്നായി പഠിക്കുക. ആ SCERTക്കൊപ്പം മുൻവർഷ ചോദ്യപേപ്പറിലെ സയൻസ് കൂടി വർക്കൗട്ട് ചെയ്യുക. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആൾ വരുന്നത്, GK മേഖല ഇച്ചിരി വിശാലമായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതിന് റാങ്ക് ഫയൽ വായിക്കണം. കുറേയേറെ പഴയ പോയിൻറ്സും കുറേയേറെ സ്ഥിരമായി ചോദിക്കുന്ന പോയിൻറ്സും കുറേ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റാങ്ക് ഫയൽ വായിക്കണം. ഈ റാങ്ക് ഫയലിനൊപ്പം തന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഏതെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ചില പ്രത്യേക പങ്ക്തികളുണ്ട്. സുജേഷ് സാറിൻ്റെ, മൻസൂർ അലി സാറിൻ്റെ, അങ്ങനെ പ്രശസ്തരായ വ്യക്തികൾ തയ്യാറാക്കുന്ന നല്ല 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 ക്ലാസ്സുകൾ. ആ ക്ലാസ്സിൻ്റെ നോട്ടുകൾ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കിട്ടാത്തതാണ്. ആ ചോദ്യങ്ങൾ, അവയുടെ വിശദീകരണങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വേണം GKക്ക് പഠിക്കാൻ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് പ്രയോജനപ്പെടുത്തി പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും LD ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യ 100 റാങ്കിൽ കാണും. ജോലിയും ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഏത് രീതിയിൽ നിങ്ങളെ സഹായിക്കണം, അതായത് LD ക്ലർക്കിൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട തൊഴിൽ വീതിയിൽ വരുന്ന GK വേണോ, അതല്ല ഇംഗ്ലീഷ് മലയാളം കണക്ക് വേണോ, ഏതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ, കൂടുതൽ താല്പര്യം എന്ന് ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക. എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം LD ക്ലർക്കിനെ കുറിച്ചിപ്പോൾ ചെയ്ത 2 വീഡിയോയിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ട്, അതായത് കൂടുതൽ പേര് കണ്ടിട്ടുണ്ട് എന്ന് കരുതി എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതിന് ഇൻകം ഒന്നും കിട്ടുന്നില്ല. പക്ഷേ അതല്ല പ്രധാന വിഷയം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഓരോരുത്തരും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ ആവശ്യവും നിറവേറ്റാൻ സാധ്യമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആലോചിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ LD ക്ലർക്കിന് സഹായകമാകുന്ന രീതിയിലുള്ള വീഡിയോസ് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ LDC 2027 ലക്ഷ്യം വെച്ച് തയ്യാറെടുക്കുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.